Hi, welcome to QuickLearn. This is Rishan. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2018 മെയിൽ നടന്ന എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ 8 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഫ്രണ്ട് ഫംഗ്ഷൻ. ഫ്രണ്ട് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫ്രണ്ട് ഫംഗ്ഷൻ രണ്ട് ക്ലാസ്സുകളുടെ ഇടയിൽ ബ്രിഡ്ജ് ആയിട്ട് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ക്ലാസ്സുകൾക്കുള്ള സ്പെസിഫിക്കേഷൻ നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ക്ലാസ് ഫോർ ഇന്റേണൽ മാർക്സ് ആൻഡ് ക്ലാസ് ഫോർ സ്റ്റോറിംഗ് മാർക്സ് ഓഫ് യൂണിവേഴ്സിറ്റി എക്സാം. സോ രണ്ട് ക്ലാസ്സുകൾ നമുക്ക് വേണം. ആൻഡ് അഗെയിൻ അതിൽ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എക്സാം ആണെങ്കിലും ഇന്റേണൽ മാർക്സ് ആണെങ്കിലും 5 സബ്ജക്റ്റ് വേണം എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രിപ്പയർ എ മാർക്ക് ലിസ്റ്റ് ഫോർ ദി സ്റ്റുഡൻറ്റിന്റെ ഒരു മാർക്ക് ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ സ്റ്റുഡൻറ്റിന്റെ മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ചെയ്യേണ്ടത് ഇന്റേണൽ മാർക്സും യൂണിവേഴ്സിറ്റി മാർക്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ടോട്ടലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫ്രണ്ട് ഫംഗ്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, സോ ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ. ആക്ച്വലി ഫ്രണ്ട് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ which can access private, protected and public members of a class. So ഒരു ക്ലാസിന്റെ പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി a normal function. It can be a normal function or a member function. So it can be a normal function or a member function of another class. വേറൊരു ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷനും ആവാം, അല്ലെങ്കിൽ നോർമൽ ഒരു ഫംഗ്ഷൻ ആവാം നമ്മളുടെ ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഫ്രണ്ട് ഫംഗ്ഷന് ക്യാൻ ആക്ട് ആസ് a bridge between two classes or between classes. Two classes എന്നല്ല, between classes. Okay, so between classes നമുക്ക് ഇവിടെ രണ്ട് ക്ലാസ്സുകൾക്ക് ബ്രിഡ്ജ് ആയിട്ടാണ് നമുക്ക് ഫ്രണ്ട് ഫംഗ്ഷനെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് 2 classes എന്ന് എഴുതാൻ കാരണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് ക്ലാസ്സുകൾ വേണം. സോ ക്ലാസ് ഇന്റേണൽ മാർക്ക് വേണം. അതേപോലെ we need to have another class യൂണിവേഴ്സിറ്റി മാർക്ക്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതൊരു ഫംഗ്ഷൻ വേണം. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രിപ്പയർ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രണ്ട് ഫംഗ്ഷൻ വേണം. ഈ ഒരു ഫംഗ്ഷൻ ആണ് നമ്മളുടെ ഫ്രണ്ട് ഫംഗ്ഷൻ. ഓക്കെ, സോ ഇത് ഇനി നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാം. സോ നമുക്ക് രണ്ട് ക്ലാസ്സുകളാണ് വേണ്ടത്. അതിലേക്ക് വരികയാണെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഈ ഒരു ലൈൻ ഒഴിവാക്കാം. ഓക്കെ, നൗ we need 2 classes. One class for storing internal marks. Okay, internal marks. Now this is a class, and in this class we have 5 data members and it is of type integer അല്ലെങ്കിൽ നമുക്ക് ഫ്ലോട്ട് ആക്കാം. മാർക്ക് ആവുമ്പോൾ നമുക്ക് ഡെസിമൽ വാല്യൂസ് വരും, 0.5 വരും. സോ ഫ്ലോട്ട് 5 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് we can say digital, float digital. Okay, now float we can say VLSI. Okay, VLSI. Then float third subject is we can say antenna. Then float
float, we can say embedded. Okay, so 5 subjects ആണ് നമുക്ക് വേണ്ടത്. So float, OOP, object oriented programming. Okay, so these are the 5 subjects that we have. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് constructor വേണം. So we need to create a constructor. So constructor will be having the same name of the class internal mark. And നമുക്ക് എന്ത് ചെയ്യണം, ഇനീഷ്യലൈസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്റേണൽ മാർക്ക് ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യണം. സോ ഇനീഷ്യലൈസ് ചെയ്യാൻ നമുക്ക് ഇൻറ്റ് ഐ ഡിജിറ്റൽ മാർക്ക്, ഡിജിറ്റൽ ഓക്കെ. സോ ഇൻറ്റ് I VLSI, int I antenna. To distinguish, ഞാൻ I antenna എന്ന് യൂസ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. I embedded, then int I OOP. ഇതാണ് നമ്മളുടെ 5 സബ്ജക്ട്സിൻ്റെ മാർക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. സോ വി ക്യാൻ digital equal to I digital. Okay, now VLSI equal to I VLSI. Okay, and antenna equal to I antenna. Okay, now embedded equal to I embedded. Okay, now OOP equal to I OOP. Okay, so these are the this is our constructor. Now we should have another class which is having the name university mark. So I'm going to copy and paste it, and I'm going to edit this university mark. Okay, university marks. Here also we have to edit university marks. I think I have misspelled. Okay, university marks. Okay, now നമ്മൾ ചെയ്യേണ്ടത് we need to prepare the mark, right? So in order to prepare the mark, we need to have a function prepare marks. Okay, so prepare marks takes 2 arguments. 2 arguments ആണ് ഈ prepare mark. നമ്മളുടെ prepare mark ആണ് നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ ആക്കിയിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഫംഗ്ഷൻ ആക്കി വെക്കുമ്പോൾ നമുക്ക് 2 ക്ലാസ്സുകളിലുള്ള, അതായത് 2 ക്ലാസ്സുകളിലുള്ള പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ക്ലാസ്സുകളാണ് ഈ മാർക്കിലേക്ക് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ first one is internal mark class. So the data type is internal mark. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ് ആക്ച്വലി. ഓക്കെ, സോ അവർ ഡാറ്റ ടൈപ്പ് ഈസ് ഇന്റേണൽ മാർക്ക്. സോ internals. Okay, internals, comma, then university marks university. Okay, university. Okay, so this is our function. Now we need to write our function body. Okay, function body എഴുതണം. സോ അതിന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ടോട്ടൽ. സോ ഫ്ലോട്ട് ആണ് നമ്മളുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് മാർക്സിന്റെ. സോ ഫ്ലോട്ട് ടോട്ടൽ, digital total. Okay, digital total equal to, can be written as I internals dot digital plus I university dot digital. Okay, so this is our digital mark, total of the digital marks, and I'm going to copy this
5 times, and I'm going to edit VLSI. Now this is also VLSI, and this is also VLSI. Okay, now third one is antenna. Now again we have to change this to antenna and antenna. Now this one is embedded. Okay, embedded. So embedded, and this again embedded. Okay, now this one is OOP total. Okay, so OOP total means internal of OOP plus university marks of the OOP. Okay, so this is our prepare marks. So നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇത് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, സോ അതിന് നമ്മൾ cout യൂസ് ചെയ്യണം. cout digital total, digital marks mark equal to you can say digital total. Okay, and L, and I'm going to copy this 5 times. So digital, next one is VLSI, so we have to change this VLSI, and then antenna. So again we have to change this to antenna, and then the final one is embedded marks, so we have to change this to embedded total. Okay, embedded total, and final one is OOP mark, so we have to change this to OOP total. Okay, so ഈ പ്രിപ്പയർ മാർക്ക് ലിസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ച് അതിനെ നമ്മൾ cout ചെയ്യുന്നു, നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മളുടെ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യണം, ഇന്റേണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും. സോ ഇന്റേണൽ മാർക്ക് internals. So internals is our object name. Okay, internals, and I'm going to create these objects with the values. നമ്മളുടെ ഓക്കെ, ഇതിലൊരു മിസ്റ്റേക്ക് നമ്മൾ വരുത്തിയത് എന്താ വെച്ചാൽ, നമ്മൾ ഇൻറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റ് അല്ല, ഫ്ലോട്ട് ആണ്. ഓക്കെ, അത് ഒന്ന് മനസ്സിലാക്കുക. ഫ്ലോട്ട് ആണ്, എല്ലായിടത്തും ഫ്ലോട്ട് ആക്കുക. നമുക്കുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് വാല്യൂസ് ആണ്. ഡെസിമൽ വാല്യൂസ് വരാം, ഡെസിമൽ പോയിന്റ് വാല്യൂസ് വരാം. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ട് ആണ്. ഓക്കെ, so we can pass marks internals. So out of 50 we can pass marks like 39.5, then 40.5, then 42, okay, then 38, then we have 43.5 for our object oriented programming. So this is internal, and now we have to create an object of external, university marks, university. Okay, so out of 100 we can expect mark like 71. Okay, then 73. Okay, now we can have mark like 68.5, or we can have marks like 65.5. okay, for our object oriented programming we can have marks like 79. Okay, 79. Okay, 79. so this is our mark. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് പ്രിപ്പയർ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ കോൾ, ഫംഗ്ഷനെ കോൾ ചെയ്യണം. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ്
we are calling prepare marks. Okay, prepare marks. ഇനി ഇതിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത് നമ്മളുടെ ഒബ്ജക്ട്സിനെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ ഇന്റേണൽ മാർക്ക് ക്ലാസിന്റെയും അതേപോലെ യൂണിവേഴ്സിറ്റി മാർക്ക് ക്ലാസിന്റെയും ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ വി ക്യാൻ പാസ് ഇന്റേണൽസ് കോമ യൂണിവേഴ്സിറ്റി. ഓക്കെ, സോ ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ നമുക്ക് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇതുവരെ നമ്മളുടെ പ്രിപ്പയർ മാർക്കിനെ ഫ്രണ്ട് ഫംഗ്ഷൻ ആക്കി മാറ്റിയിട്ടില്ല. ഓക്കെ, ഈ ഒരു പ്രിപ്പയർ മാർക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് ക്ലാസ്സിലും അല്ലാതെ നിൽക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു പ്രിപ്പയർ മാർക്ക് ഫംഗ്ഷന് നമ്മളുടെ ക്ലാസ്സുകളിലുള്ള പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈ ഒരു ഫംഗ്ഷൻ ഫ്രണ്ട് ഫംഗ്ഷൻ ആയിരിക്കണം ആ ക്ലാസ്സുകളുടെ. അപ്പം അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ വി ആർ ഡിക്ലെയറിംഗ് ദ ഫംഗ്ഷൻ ആസ് എ ഫ്രണ്ട്. So using the friend keyword, friend, friend keyword, and then our function name prepare marks, and we have to pass the internal mark, the data type, and university marks. Okay, so we have to declare the function like this as the front of our class, and again should be done in യൂണിവേഴ്സിറ്റി മാർക്സ് ക്ലാസ് ഓൾസോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രിപ്പയർ മാർക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രണ്ട് ഫംഗ്ഷൻ ആയി മാറുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്, നമ്മളുടെ രണ്ട് ക്ലാസ്സുകളിലും നമ്മൾ പ്രിപ്പയർ മാർക്സിനെ ഫ്രണ്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷന് നമ്മളിവിടെ കോൾ ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ ഇന്റേണൽ മാർക്സിനെയും യൂണിവേഴ്സിറ്റി മാർക്സിനെയും ആക്സസ് ചെയ്യാനുള്ള ആ ഒരു പ്രൊവിഷൻ കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഈ നമ്മളുടെ ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് ക്ലാസ്സുകളുടെ ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്നുവെന്ന്. ഈ രണ്ട് ക്ലാസ്സുകളുടെ എന്നല്ല, നമ്മൾ എത്ര ക്ലാസ്സുകൾ വേണമെങ്കിലും നമുക്ക് ഫ്രണ്ട് ഫംഗ്ഷൻ ആക്കി വെക്കാം. ഇനി ഈ ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ ഫംഗ്ഷനും ആവാം, അതായത് ഒരു ക്ലാസ്സിലും ഇല്ലാത്ത ഒരു ഫംഗ്ഷനും ആവാം, അല്ലെങ്കിൽ നമ്മളുടെ വേറെ ഒരു ക്ലാസ്സിന്റെ മെമ്പർ ഫംഗ്ഷനും ആവാം. ഒരു ക്ലാസ്സിന്റെ മെമ്പർ ഫംഗ്ഷനെയും നമുക്ക് വേറൊരു ക്ലാസ്സിന്റെ ഫ്രണ്ട് ഫംഗ്ഷൻ ആക്കിയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ പ്രിപ്പയർ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫ്രണ്ട് ഫംഗ്ഷൻ കോൾ ചെയ്ത ടൈമിൽ, ഡിക്ലെയർ ചെയ്ത ടൈമിൽ ഇന്റേണൽ മാർക്സ്. Now what is internal mark? Internal mark എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണ്, നമ്മുടെ ക്ലാസ് നെയിം ആണ്. And now what is university marks? University marks are also a class name. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത ടൈമിൽ നമ്മുടെ ക്ലാസ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ക്ലാസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ അങ്ങനത്തെ കേസിൽ ആ ഒരു എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ക്ലാസ് യൂണിവേഴ്സിറ്റി എന്ന് ജസ്റ്റ് ഡിക്ലെയർ ചെയ്യാം. സോ ആ എറർ ഒഴിവായി കിട്ടും. ഇപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ what we can see is, again there is some error. Oh, sorry, that's a spelling mistake. Oop. Okay, what's the problem? Okay, the problem is we have here also there is a mistake, spelling mistake. Okay, now compile it. Now everything seems okay ആണ്, errors ഒന്നുമില്ല. Okay, now just run this. What we'll get? So run ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മളുടെ മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള മാർക്ക് ഇന്റേണൽസ്, അതായത് നമ്മളുടെ ഡിജിറ്റലിൻ്റെ ഇൻറ്റേർണൽസ് എന്ന് പറയുന്നത് 39.5 ആയിരുന്നു, യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് 71 പോയിന്റ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 110.5 റൈറ്റ്, 110.5 കിട്ടി. ഓക്കെ, ഉപ്പിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 79 ആയിരുന്നു യൂണിവേഴ്സിറ്റിക്ക്, 43.5 ആണ് ഇന്റേണൽ മാർക്ക്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 122.5. ഓക്കെ, കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്തിട്ടുള്ള എന്താണ്, രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. രണ്ട് ക്ലാസ്സിലും നമ്മുടെ 5 സബ്ജക്ട്സിനെ നമ്മൾ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ് ആക്കിയിട്ട് ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം കൺസ്ട്രക്ടർ യൂസ് ചെയ്തു, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മാർക്കിനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 5 സബ്ജക്ട്സിൻ്റെ മാർക്കിനെ നമ്മൾ കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്തിട്ട്
അസൈൻ ചെയ്തു. ദെൻ പ്രിപ്പയർ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോർമൽ ഫംഗ്ഷനെ നമ്മളുടെ ഫ്രണ്ട് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു രണ്ട് ക്ലാസ്സിലും. അതേപോലെ പ്രിപ്പയർ മാർക്കിൽ നമ്മൾ രണ്ട് ക്ലാസ്സുകളുടെയും പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്തിട്ട് ടോട്ടൽ കണ്ടുപിടിച്ചു. അതിനുശേഷം 5 സബ്ജക്റ്റിൻ്റെയും ടോട്ടൽ മാർക്കിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, സോ മെയിൻ ഫംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഒബ്ജക്റ്റിൻ്റെ ഓരോ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ മാർക്കുകൾ പാസ് ചെയ്ത് അസൈൻ ചെയ്തു. അത് രണ്ട് ക്ലാസ്സിനും ചെയ്തു. അതിനുശേഷം പ്രിപ്പയർ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഫ്രണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്തു. അതിലേക്ക് നമ്മളുടെ ഈ ഒരു ഒബ്ജക്ട്സിനെ പാസ് ചെയ്തു. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളുടെ ഇൻസ്റ്റൻസിനെ നമ്മൾ അതിലേക്ക് പാസ് ചെയ്തു. സോ പാസ് ചെയ്ത ഇൻസ്റ്റൻസ് ആണ് നമ്മളിവിടെ ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ ഈ കാൽക്കുലേഷൻ നടത്താൻ യൂസ് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ സംഭവിക്കാവുന്ന ഒരു എറർ എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ മാർക്ക് ഡിക്ലെയർ ചെയ്ത ടൈമിൽ യൂണിവേഴ്സിറ്റി മാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിനെ നമ്മൾ ഡിക്ലറേഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ആക്ച്വൽ ഡിക്ലറേഷൻ വരുന്നത് ഇതിന് ശേഷമാണ്. സോ അപ്പോൾ ഇവിടെ എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് യൂണിവേഴ്സിറ്റി മാർക്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.